നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അച്ചായന്മാരോടും അമ്മാമ്മമാരോടും കൊച്ചാട്ടന്മാരോടും ഇച്ഛയിമാരോടും സകലമാന സാറന്മാരോടും ഒരപേക്ഷയുണ്ട്. ഒന്നിറങ്ങി പോയി തരാമോ? വേണമെങ്കിൽ ഓട്ടോ പിടിച്ചു പോകാനുള്ള വണ്ടിക്കാശ് നാട്ടുകാർ പിരിവിട്ടു തരാം. എന്തിനാണ് നിങ്ങളിങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? ഒരല്പമെങ്കിലും നാണോ മാനോ ഉളുപ്പം നിങ്ങൾക്കില്ലേ? നിങ്ങൾ തന്നെ ടാക്സി പിരിക്കുന്ന തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതെങ്ങനെയാണ്? കാറയിൽ 24 മണിക്കൂറും പോകുന്നവർക്ക് ഇതിൻ്റെ ഒന്നും വേദന പറഞ്ഞാൽ അറിയത്തില്ല. സാധാരണക്കാരനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിൽ കയറി തിരുവല്ല പ്രൈവറ്റ് സ്റ്റാൻഡിൽ എത്തുന്നവർ ഒരു പാരച്യൂട്ട് കൂടി കൈ കരുതണം. ഡൈവ് ചെയ്ത് പറന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അത്ര ഗതികേടാണ് തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. ഗതികെട്ട ഒരു ബസ് സ്റ്റാൻഡ്, നശിച്ച ഒരു ബസ് സ്റ്റാൻഡ്. പറഞ്ഞ് 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 മടുത്തു. എന്നാലും നിങ്ങൾക്ക് നാണമില്ല. അതും അങ്ങ് പോട്ട്. തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ബാത്റൂം അവിടെയുണ്ടോ? പുരുഷന്മാരൊക്കെ കുപ്പിയും കൊണ്ടാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. കാര്യം സാധിച്ചിട്ട് വലിച്ചെറിയാൻ പെണ്ണുങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെയൊക്കെ മൂത്രശങ്ക വരുമ്പോൾ 6 മണിക്കൂർ ഇവിടെ കൊണ്ടുപോയി നിർത്തണം. എന്നാൽ ഈ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എത്രയെത്ര വാർത്തകൾ, എത്രയെത്ര മാധ്യമങ്ങളിൽ വന്നു. നിങ്ങൾ നന്നാകത്തില്ലെന്നുള്ളത് ഈ പറയുന്ന ഞങ്ങൾക്കും അറിയാം. എങ്കിലും പൊതുജനങ്ങളുടെ പ്രതികരണം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് കേൾക്കണം. ഞങ്ങൾ റിപ്പോർട്ടർ ആഗ്ര കൃഷ്ണ പൊതുജനങ്ങളുടെ പ്രതികരണം എടുത്തതൊന്ന് കേൾക്കുക. ഇത് കേട്ടിട്ട് ഒരല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഒന്ന് നന്നാക്കി കൊടുക്കുക. അല്ലെങ്കിൽ 5 വർഷം തികയാൻ വേണ്ടി കാത്തിരിക്കാതെ ഇപ്പം തന്നെ ഒന്ന് ഇറങ്ങിത്തരിക. മുമ്പേ പറഞ്ഞതുപോലെ ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിയുടെ ഞങ്ങൾ തരാം. ഈ പ്രതികരണം കേട്ടെങ്കിലും നിങ്ങളുടെ ആ ചെവികളുണ്ടല്ലോ ഒന്ന് തുറക്കട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്റ്റാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഒന്ന് വന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനൊരു സൗകര്യമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് സ്വിമ്മിംഗ് പൂളാണ് സ്റ്റാൻഡിനകം കംപ്ലീറ്റ്. ഈ സ്റ്റാൻഡിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയെടുത്ത് വരുന്നിടത്ത് എത്ര അപകടങ്ങളാണ് നിത്യവും സംഭവിക്കുന്നത് അറിയുമോ? എന്ന് പറഞ്ഞാൽ വണ്ടികളുടെ പ്ലേറ്റ് ഒടിയുക, ആൾക്കാർ മറിഞ്ഞ് വീഴുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഈ ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ച് ഈ ക്യാമറ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മൂത്രപ്പരയാണ്. പൊതുജനങ്ങൾ പബ്ലിക് ടോയ്ലറ്റായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഇതിനകത്തൊരു യാത്രക്കാരന് പോലും നിന്ന് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ലേഡീസ് വന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് ബാത്റൂമിൽ പോകാനോ എടുക്കാനോ, ഒരു അമ്മയും കുഞ്ഞും വന്ന് ഇരിക്കാനും ഒരു സൗകര്യമില്ല. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ്. ബസ് നമ്മളിപ്പോൾ ഇറങ്ങി വരുന്നത് വലിയൊരു കുഴിയാണ്. മേളിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഇറങ്ങി വന്ന മിനിഞ്ഞാന്ന് ഒരാൾ വണ്ടി ചെയ്ത് തെറിച്ചു പോയി. അങ്ങനെ അതുപോലെ വെട്ടിക്കുഴിയായിട്ട് കിടക്കും. ആ കുഴി ഒന്ന് നികത്തി തന്നാൽ ഞങ്ങൾക്ക് വണ്ടി ഇറങ്ങിപ്പോരാം. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിനകത്ത് ഇറങ്ങുന്നതെല്ലാം കുഴിയായിട്ട് കിടക്കും. മഴ പെയ്താൽ മുറ്ററ്റം വെള്ളം. പിന്നെ മൂത്രം ഒഴിക്കാൻ പ്രത്യേകിച്ചൊരു സൗകര്യം വേണം. അത് ഇതുവരെയായിട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. ആണുങ്ങൾക്ക് കുഴപ്പമില്ല, ലേഡീസിൻ്റെ ആണ് വിഷയം. സാറിനകത്ത് പോയി ഒറ്റ മനുഷ്യനല്ല, മറ്റേ എപ്പോഴും ആണ് നിൽക്കുന്നത്. ചന്ത കഴിഞ്ഞാൽ പിന്നെ പാമ്പിൻ്റെ വേണം. അതിന് ഇവിടുത്തെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടെ നല്ല രീതിയിൽ പൊതുജനത്തിനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. സ്റ്റാൻഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ബസ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ബസ്സിൽ പോലും കറക്റ്റായിട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കണ്ടില്ലേ ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കുക. നമുക്ക് ഇരിക്കാനൊരു ഫെസിലിറ്റി ഇല്ല. പ്രായമുള്ളവർ വന്നാലായാലും ചെറുപ്പക്കാർ വന്നാൽ ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ഒരു കമ്പി വെച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ എങ്ങനെ ഇരിക്കാനാണ്? പൊറോട്ട വീണു അത്രേ ഉള്ളൂ. പിന്നെ കാർഡ് മാത്രമാണ് ഇതിൻ്റെ തൊട്ട് ബാക്കി. ആ കാർഡ് പാമ്പോ എന്ത് വന്നാലും നമ്മൾ അറിയത്തില്ല. പിന്നെ ഞങ്ങൾ ഗേൾസ്, ഞങ്ങൾക്കൊരു ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ഗേൾസിന് മാത്രമല്ല ബോയ്സിനും അതെ ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ഇവിടെ ഡ്രൈവേഴ്സുണ്ട്, കണ്ടക്ടേഴ്സുണ്ട്, ആർക്കും
ഒരു നല്ല ബാത്റൂം ഫെസിലിറ്റി ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാം ഓരോരുത്തർ വീഡിയോ ആയാലും ഇവിടുത്തെ ബസ്സിലെ ആൾക്കാരായാലും വീഡിയോ ആയിട്ട് എല്ലാം എടുത്തിടുന്നുണ്ട്. പക്ഷേ ഒരു പുരോഗമനവും ഇല്ല. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ സ്റ്റാൻഡ് കാണുന്നുണ്ട്. എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. ഞാൻ കുഞ്ഞിലെ മുതലേ കാണുന്ന തിരുവല്ല തന്നെ, എൻ്റെ വീട് ഓതറയാണ്, തിരുവല്ല സ്റ്റാൻഡ് കാണുന്ന ഒരാളാണ്. ഒരു പുരോഗമനവും ഇതുവരെ ഞാനിവിടെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര കാടും, ഒരാൾക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല. അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനെങ്കിൽ അത്യാവശ്യമെങ്കിലും തിരുവല്ല സ്റ്റാൻഡിൽ പോയിട്ട് വേണം എല്ലാവർക്കും പോകാൻ. അതുപോലെ തന്നെ ബസ് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര കുലുക്കമൊക്കെയാണ്. ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ല. നമ്മളിപ്പം ഒരാൾ വന്നിരുന്നാലും പ്രായമുള്ളതെങ്കിലും നമ്മൾ എണീച്ച് കൊടുക്കണം. അതിൻ്റെ ഒരു കമ്പിയാണ്, അത് നേരത്തെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം ഒരു നല്ലൊരു സീറ്റും നല്ലൊരു ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കി കിട്ടുമെങ്കിൽ നല്ലതാണ്. ഈ സ്റ്റാൻഡ് വളരെ ശോചനാവസ്ഥയാണ്. ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രകാരത്തിൽ ഇവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ ഒന്നും ഒരു സൗകര്യം ഉണ്ടാകുന്നില്ല. മുട്ടുന്നീ വെള്ളം, കുഴി, സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുപോലുള്ള ദുരിതമാണ്. ഇത്രയൊക്കെ ആയിട്ടും ഇവിടെ ഈ തിരുവല്ലയിൽ ഈ ബസ് സ്റ്റാൻഡിൽ യാതൊരു സൗകര്യങ്ങളുമില്ല. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ യാതൊരു കാരണവശാലും ഇത് ശരിയാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അധികൃതർ എത്രയും വേഗം ഇതിന് ഒരു നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാധാരണ ഒരു ലേഡീസ് വന്നാൽ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ ഇരിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. അവർക്കൊന്നും ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്കാണെങ്കിൽ പോലും ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പോകാനുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വന്ന് നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ബോധ്യപ്പെടത്തില്ല. അന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ചൂണ്ടയിടാൻ വരെ തയ്യാറായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അതൊരു അവസ്ഥയാണ്. അതുപോലെ വെള്ളപ്പൊക്കമാണ്, അതൊരു അവസ്ഥയാണ്. വണ്ടി കുഴിയിൽ നിത്യമായിട്ട് വീഴുന്നു. യാത്രക്കാർ ഇറങ്ങുന്ന സമയത്ത് കാൽ വഴുതി വീഴുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നിത്യ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് ഒടിയുക, വണ്ടിക്ക് കേടുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുക. കേടുപാടുകൾ ഒരുപാട് ഉണ്ടാകാറുണ്ട് ബസ്സിന്. അതെല്ലാം നമ്മൾ പരിമിതി അടിസ്ഥാനത്തിൽ അത് പോകുന്നത്. ഇപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ഇതിന് തയ്യാറാവുന്നില്ല. പക്ഷേ സ്റ്റാൻഡ് ഫീസ് കൃത്യമായിട്ട് ഞങ്ങളെല്ലാവരും കൊടുക്കുന്നതുമാണ്. കൃത്യമായിട്ട് സ്റ്റാൻഡ് ഫീസ് മേടിക്കുന്നുണ്ട് ഇവിടെ. അതിനൊന്നും ഒരു മുടക്കം വരുത്തിയിട്ടില്ല ആരും ഇവിടെ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് തന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഈ വാഹനം എങ്ങനെ ഇറങ്ങി വരുന്നത്. അവിടെ തന്നെ വലിയൊരു കട്ടറാണ് കാണുന്നത്. ആ കട്ടർ ചവിട്ടി ഇറങ്ങിയില്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഒടിയും. ഒരു പ്ലേറ്റ് അല്ല ഒടിയുന്നത്, ചിലപ്പോൾ 1, 2, 3 പ്ലേറ്റ് ഒടിഞ്ഞിരിക്കും. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എത്ര രൂപ നഷ്ടമാണെന്നറിയോ? ഈ പറയുന്നത്ര വാഹനങ്ങളൊന്നും അധിക തുകയോടൊന്നും ഓടുന്ന വണ്ടികളൊന്നുമല്ല. പക്ഷെ അതിനകത്ത് ഈ മെക്കാനിക്കിൻ്റെ പണിയോളം കൂടുതൽ വരുമ്പോൾ അത് അധിക ചിലവിലായിട്ട് വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറണം. ഇത് ഒന്നാമത് അധികാരികൾ കണ്ണു തുറക്കണം. ഇതൊന്ന് പറയണം. ഇതിൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റാൻഡ് ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് ഞങ്ങളുടെ ബസ് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും താല്പര്യാർത്ഥമാണ്. My native place is Patan district, Tiruvalla, because I have this Tiruvalla bus stand also. Now, so Minister of everything okay. This bus stand also, I am now 56 years to have near to Parmala. This bus stand all damage and dip also everything, because I have YouTube also very nice also. There is and this municipality chairman, I don't know everything, because this bus stand English വളരെയധികം മോശമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. I have 25 years is varicose vein is leg also. Take this photo. This leg is 25 years. That water also inside everything is bus stand. Breeds only everything. And frankly, my heart is open talk with everything. The understood also everything. This minister also everything. Any people is ask to minister, I am talking to everything. I so much like to do too. But കുട്ടിക്കാട്ടുന്ന കാട്ടിനകത്തുള്ള പാമ്പിൻ്റെ വേള രാത്രി കാലങ്ങളിൽ മനുഷ്യൻ നടക്കാനൊക്കെ ഒരു അവസ്ഥയും കൂടെ മുറുക്കുമ്പോൾ വേട്ടൻ്റെ വേസ്റ്റെല്ലാം കൊണ്ട് തട്ടിയിട്ടിട്ട് ഇവിടെ എല്ലാം എങ്ങനെ മനുഷ്യനെല്ലാം നടക്കും? ഇൻഫെക്ഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും? കാല് മുറിച്ചുകൊള്ളേണ്ട അവസ്ഥ വരും. എന്തോ ചെയ്യുന്നു പറ. ഇവർ നിൽക്കുന്ന കണ്ടക്ടർമാരും ഡ്രൈവേഴ്സും എല്ലാം പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ തന്നെ പരിയാലം പറഞ്ഞ ഗ്രാമത്താണ്. ഞാനിപ്പോൾ എറണാകുളം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി ഇപ്പോൾ മലപ്പള്ളി വഴിക്ക് ഇവിടെ വന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടത് നന്നായി. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിക്കണമെന്ന് യൂട്യൂബ് ചാനലിനോട് വളരെയധികം സ്നേഹത്തോടും ആത്മാർത്ഥമായ ഹാർട്ട് ഈസ് ഓപ്പൺ ടോക്ക് വിത്ത് എവരിത്തിങ് ടു ഹാവ് ദിസ് താങ്ക്സ്. ബസ്സിൽ വരുന്ന റോഡ് ഇവിടെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന, മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളമാണ്, മൊത്തം നമുക്ക് ബുദ്ധിമുട്ടായി ഇറങ്ങി വരാനും ഒക്കെ. ആ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ബാത്റൂം ഇല്ലാതെ നേരെ. നമ്മുടെ ഈ തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ശോചനീയാവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ പരിതാപകരം എന്ന് തന്നെ പറയാം. കാരണം കുറേ വർഷങ്ങളായിട്ട് പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. റോഡിൻ്റെ അവസ്ഥ ആയിക്കോട്ടെ, ഒരു ബാത്റൂം സൗകര്യം നമുക്ക് അങ്ങോട്ട് അടുക്കാനേ പറ്റില്ല. അതുപോലെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊരു ഇപ്പോൾ ഈ ഷെഡായിക്കോട്ടെ ഒരുപാട് നമുക്ക് ഇവിടെ നേരിട്ട് വന്ന്
അനുഭവിച്ചവർക്ക് അതിൻ്റെ ആ ഒരു ദുരിതാവസ്ഥ അറിയാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ അധികാരികൾ ഈ യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണം. ഞാൻ ദിവസം ബസ് എന്താണ് നടുവ് വെട്ടും, ഞാൻ സ്വന്തം മൂത്രപ്പുരയില്ല, ഞാൻ ഇരിക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ല. 10-20 വർഷമായി സ്ഥിരം വന്നു പോകുന്നൊരു ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിലെ ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാന സൗകര്യമാണ്. ഒരു കേന്ദ്രത്തിലെ ഭരിക്കുന്നവരായാലും കേരളത്തിലായാലും ശൗചാലയം എന്നൊക്കെ നിരന്തരം കേൾക്കുകയും ഈ ബസ് സ്റ്റാൻഡിലൊരു ശൗചാലയമോ അതിന് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ബസ് സ്റ്റാൻഡാണ്. മറ്റ് പല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും പത്തനംതിട്ടയെ പോലുള്ള ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ വികസനം മുനിസിപ്പാലിറ്റി നേരിൽ പോയി കാണേണ്ടതാണ്. ഇവിടെ ഒരു ശൗചാലയം പണിത് വെച്ചിരിക്കുന്ന കണ്ടാൽ തോന്നുന്നു അതിൻ്റെ പുറത്താണ് ആൾക്കാർ മൂത്രമൊഴിക്കുന്ന അവസ്ഥയുള്ളത്. അതൊക്കെ ഇവിടുത്തെ അധികാരികൾ കാണേണ്ട, കണ്ണ് തുറന്ന് കാണേണ്ടതാണ്. വരുന്ന യാത്രക്കാർ ദൂരെ നിന്നൊക്കെ വന്ന് അത്യാവശ്യ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു ഈ ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാത്തൊരു ബസ്സാണ്. ഇവിടെ നല്ലൊരു ശൗചാലയം ഉണ്ടായിരുന്ന അത് പൊളിച്ചു മാറ്റപ്പെട്ട് മുനിസിപ്പാലിറ്റി വികസനമെന്നും പറഞ്ഞ് നശിപ്പിക്കപ്പെടുകയുണ്ടായൊരു കാലമുണ്ട്. അപ്പോൾ അതിനൊക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ, അതായത് അധികാരികൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അധികാരത്തിൽ കയറും വരെയുള്ള വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതല്ല ആവശ്യം. ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചെങ്കിലേ ഇതിനൊക്കെ ഒരു വികസനം ഉണ്ടാകുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സ്റ്റാൻഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. മെയിനായിട്ട് ഇതിനകത്ത് ഇവിടെ ബാത്റൂമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. സ്റ്റാൻഡ് മൊത്തം കുളമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളമാണ്. മൊത്തം വെള്ളത്തിലാണ് ഇതിനകത്ത് വണ്ടി കിടക്കുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മുനിസിപ്പാലിറ്റിക്കാരാണ്. മുനിസിപ്പാലിറ്റിക്കാരും അനങ്ങുന്നില്ല, ആരും അനങ്ങുന്നില്ല. ബാത്റൂമും ഇല്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് അത് തന്നെ ഇല്ല. എല്ലാ വണ്ടികളും പ്രൈവറ്റ് വാങ്ങിക്കാറുണ്ട്, വണ്ടികളെല്ലാം ഓടിക്കുകയാണ്. നടുവൊടിക്കുന്ന യാത്ര, ഒന്നിരിക്കാൻ പോലും സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുന്ന യാത്രക്കാർ, പ്രാഥമിക കർമ്മങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ടോയ്ലറ്റ് സംവിധാനം. തിരുവല്ലയിലെ ഈ ബസ് സ്റ്റാൻഡ് എന്ന് നന്നാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ യാത്രക്കാരും ബസ് ജീവനക്കാരും. ക്യാമറമാൻ നന്ദുവിനോടൊപ്പം ആഗ്ര കൃഷ്ണ, തിരുവല്ല മീഡിയ.